നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുലാം രാശിക്കാർക്കും തുലാം ലഗ്നക്കാർക്കും കുറേയധികം നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, അതായത് ഒരു 100% നിന്ന് ഒരു 70-80% ഭാഗ്യം കുറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഏകദേശം ഒരു മാസത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഗുരുതരമായ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് മെയ് 15 സൂര്യൻ അഷ്ടമത്തിൽ വരുന്നുണ്ട്. മെയ് 15. ഓക്കെ, അതെ, മെയ് 15 സൂര്യൻ പ്രതികൂലമായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും പ്രതികൂലമാണ്. മേടമാസത്തിൽ സൂര്യൻ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ ഇടവ മാസമാകുമ്പോൾ, അതായത് ഏകദേശം മെയ് 15 ആകുമ്പോൾ ഏകദേശം ഒരു മാസത്തേക്ക്, ഇടവമാസം മുഴുവൻ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ വേറെയും ഗ്രഹങ്ങളൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും സ്ഥലവും കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് മാത്രമല്ല എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും സ്ഥലവും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ സൂര്യൻ ഇപ്പോഴും പ്രതികൂലമാണ് 7ാം ഭാവത്തിൽ. മേടം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ 7ാം ഭാവത്തിലാണ് സൂര്യൻ. ബുധനും ഇപ്പോൾ തൽക്കാലം അവിടെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീകളുമായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് പെസകി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത്. ഓക്കെ. അത് അധികരിക്കും അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ, അതായത് ഇടവ മാസം, അതായത് ഏകദേശം മെയ് 15 തൊട്ട് ജൂൺ 14 വരെ. ഓക്കെ. അപ്പോൾ അത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ വഴി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അത് ഈ ഇടവമാസം മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ളൊരു ചെറിയ പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതൊന്ന്. പിന്നെ ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ജലധാരയോ ഭസ്മാഭിഷേകമോ, അഭിഷേകപ്രിയനായ ശിവഭഗവാന് ജലം കൊണ്ടോ അല്ലെങ്കിൽ പനിനീര് കൊണ്ടോ അല്ലെങ്കിൽ പാല് കൊണ്ടോ അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം, അതായത് ഇളം തേങ്ങ, ടെൻഡർ കോക്കനട്ട്, അതിൻ്റെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് ഞായറാഴ്ച. ഓക്കെ. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ശിവന് വഴിപാട് നടത്തുക. പിന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ മെയ് 11 ഈ വരുന്ന മെയ് 11 ചൊവ്വ പ്രതികൂലമായിട്ട് 7ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ അവിടെയും ഈ ഓപ്പോസിറ്റ് സെക്സ്
ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. സൂര്യനും പ്രതികൂലമാണ്. അതായത് സൂര്യൻ ഏകദേശം ജൂൺ 14 വരെ പ്രതികൂലമാണ്. അതിനുശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് വരും. അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് വരും. കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ നേട്ടങ്ങൾ കൊയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ചൊവ്വ ഇവിടെ പ്രതികൂലമായിട്ട് 90 ദിവസം വരാൻ പോവുകയാണ്. ചൊവ്വ 7ാം ഭാവത്തിൽ മെയ് 11-ാം തീയതി വരും. അതിനുശേഷം 45 ദിവസത്തിന് ശേഷം അഷ്ടമത്തിൽ വരും. ഓക്കെ, അപ്പോൾ തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവാം. തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഈ നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 90 ദിവസത്തിന് ശേഷം ഭാഗ്യസ്ഥാനത്ത് വരും ചൊവ്വ. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരും. അതേസമയം 10ാം ഭാവത്തിൽ, അതായത് കർക്കിടകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കർക്കിടകം ചിങ്ങം രാശികളിൽ ചൊവ്വ വരുമ്പോൾ നേട്ടങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ ഏകദേശം മെയ് 11 തൊട്ട് 90 ദിവസം ചൊവ്വ 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലുമായിട്ട് അഷ്ടമത്തിലുമായിട്ട് നിൽക്കും. ഓക്കെ, അതിൻ്റെ കൂടെ സൂര്യനുമൊക്കെ പ്രതികൂലമാണ്. അപ്പോൾ ഈ തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പ്രധാനമായിട്ടും, പിന്നെ തീർച്ചയായിട്ടും ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പിന്നെ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക. പിന്നെ യന്ത്രസാമഗ്രികൾ, ഈ മൊബൈൽ ഉൾപ്പെടെ മൊബൈൽ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലുള്ള യന്ത്രസാമഗ്രികൾ, പിന്നെ വാഹനങ്ങൾ, ഇതിനൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റാനോ അങ്ങനെയൊക്കെയുള്ള കഴിവതും ഈ ദിവസങ്ങളിൽ ഏകദേശം ഒരു 90 ദിവസത്തേക്ക് കഴിവതും പുതിയ യന്ത്രങ്ങളൊന്നും വാങ്ങരുത് എന്ന് പറയുന്നത്. വാഹനങ്ങൾ കഴിവതും പുതുതായിട്ട് വാങ്ങരുത്. അതുപോലെ തന്നെ മറ്റ് യന്ത്രസാമഗ്രികൾ കഴിവതും നമ്മൾ പുതുതായിട്ട് വാങ്ങരുത്. അതുപോലെ അത് സൂക്ഷിച്ചുപയോഗിക്കുകയും ചെയ്യാം. അപകടങ്ങൾ കരുതിയിരിക്കുക, പ്രത്യേകിച്ച് വാഹന അപകടം. ഓക്കെ, പിന്നെ നമുക്ക് നേട്ടം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയ് 14-ന് ബുധൻ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാവുമെങ്കിലും അത് 29-ാം തീയതി വരെ ഉള്ളൂ, മെയ് 29. അതിനുശേഷം ബുധൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറും. പിന്നെ പ്രത്യേകിച്ച് ഈ മെയ് 29-ന് ശേഷം ബുധൻ ഗുണദോഷ സമ്മിശ്രം ഏകദേശം ഒരു 3 മാസം അത് കൊണ്ടുള്ള പ്രശ്നം തീരും. ഇത് ശരിക്കും മെയ് 14 തൊട്ട് ബുധൻ അനുകൂലമാണ് ഒരു 3-4 മാസത്തേക്ക്. ഓക്കെ, വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. നേട്ടങ്ങൾ വരികയും ചെയ്യും. ബുധൻ കർക്കിടകത്തിലും ചിങ്ങത്തിലൊക്കെ വരും. ഓക്കെ, അതൊക്കെ ഞാൻ മറ്റ് വീഡിയോകളിൽ പറഞ്ഞോളാം. ഇപ്പോൾ ചൊവ്വ പറഞ്ഞു, ശുക്രൻ പറഞ്ഞു. ശുക്രൻ മെയ് 14-ന് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രാശിമാറ്റം എന്ന് പറഞ്ഞാൽ ജൂൺ 2-ന് വ്യാഴം കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ജൂൺ 2 വരെ വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. നേട്ടങ്ങൾ ഒരുപാട് വരും. ധനവരവ്, ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മറ്റ് യന്ത്രസാമഗ്രികൾ, ഒരു മനുഷ്യന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഈ യന്ത്രസാമഗ്രികളും ജീവിത സൗകര്യങ്ങളുമൊക്കെ വരും. വസ്ത്രലാഭം ഉണ്ടാവും, ആഭരണ ലാഭം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടം. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ വരും ജൂൺ 2 വരെ. അതിനുശേഷം കർമ്മഭാവത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭാഗ്യസ്ഥാനത്ത് നിന്ന വ്യാഴം നമുക്ക് നേടിത്തന്ന സമ്പത്ത് കൊണ്ട്
തൊഴിൽ രംഗത്ത് നമുക്ക് അത് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ പുതുതായിട്ട് ഇത് ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യാപാരി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ പുതുതായിട്ട് ഒരു ഇതൊക്കെ തുടങ്ങാം. അതായത് കർമ്മഭാവത്തിലാണ് വ്യാഴം വരുന്നത്. പിന്നെ ഓർക്കുക, വ്യാഴം ശുഭഗ്രഹമാണ്. അതുകൊണ്ട് ദുരിതങ്ങളൊന്നും, കഠിനമായ ദുരിതങ്ങളൊന്നും നമുക്ക് വരുത്തത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഇപ്പോഴുള്ള തൊഴിലിന് അതിൻ്റെ അറ്റകുറ്റപ്പണികളോ അതുപോലെ തന്നെ കൂടുതൽ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു സ്ഥാപനം തന്നെ ഒന്ന് പെയിൻ്റ് അടിക്കുക, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഐറ്റം നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് പൊതുവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ 9ാം ഭാവത്തിൽ ഏകദേശം ഒരു വർഷത്തോളം നിന്ന വ്യാഴം കൊണ്ട് നേടുന്ന സമ്പാദ്യം, അത് പണമായിട്ടായാലും മറ്റ് രീതിയിലുള്ള സമ്പത്തായാലും, അത് നമുക്ക് തൊഴിൽ രംഗത്ത് അഭ്യുന്നതിക്ക് ഉപയോഗിക്കാം. പുതിയ ഒരു ബിസിനസ് തുടങ്ങാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ബിസിനസ് തന്നെ ഒന്ന് പുരോഗമിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. അത് ഏകദേശം ഒരു വർഷക്കാലമാണ് ഈ വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മഭാവത്തിൽ വ്യാഴം വരുമ്പോൾ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിന്ന് വ്യാഴത്തിൻ്റെ അത്രയും നേട്ടങ്ങൾ നമുക്ക് കിട്ടില്ല. എങ്കിലും നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, വ്യാഴം വരുന്നത് ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. അപ്പോൾ നമുക്ക് ദുരിതങ്ങളൊന്നും വരത്തില്ല, അത്യാവശ്യം നേട്ടങ്ങളൊക്കെ വരും. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 2026 ജൂൺ 2 വ്യാഴം മാറി കർക്കിടകം രാശിയിൽ ഉച്ചരാശിയിൽ ഹംസയോഗത്തോടുകൂടി വരുന്നു. അത് ഏകദേശം ഒരു വർഷം, അതായത് 2027 ജൂൺ 2 ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും. ഓക്കെ. അപ്പോൾ ഈ കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അത് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ആവാം. ഇപ്പോൾ സ്വന്തം സ്വയം തൊഴിൽ ചെയ്യുന്ന അവർക്ക് തൊഴിൽപരമായിട്ടുള്ള കൂടുതൽ നേട്ടത്തിന് വേണ്ടി പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്ന അതിൻ്റെ നേട്ടങ്ങൾ പരമാവധി വരുന്നത് ഈ പറഞ്ഞത് 2027 ജൂൺ 2 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചിങ്ങം രാശിയിൽ വ്യാഴം വരുമ്പോഴായിരിക്കും അതിൻ്റെ നേട്ടങ്ങൾ പരമാവധി വരിക. അപ്പോൾ ചുരുക്കത്തിൽ അത്യാവശ്യം ചൊവ്വയും സൂര്യനും നമുക്ക് ശരി പണി തരും മേടം ഇടവം മാസങ്ങളിൽ. മേട ഇടവം, പിന്നെ ഈ പറഞ്ഞ ചൊവ്വ മെയ് 11 മേടൻ രാശിയിൽ വന്നു. പിന്നെ 45 ദിവസം കഴിഞ്ഞിട്ട് 45 ദിവസം ഇടവൻ രാശിയിൽ നിൽക്കും. അപ്പോൾ ടോട്ടൽ ഒരു 90 ദിവസം മെയ് 11 തൊട്ട് ചൊവ്വ പണി തരും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. പിന്നെ അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ഭസ്മാഭിഷേകമോ ഒക്കെ അല്ലെങ്കിൽ പാലഭിഷേകമോ ഒക്കെ നടത്താം. പിന്നെ സൂര്യൻ്റെ ഒരു പ്രശ്നത്തിന് ഞാൻ പരിഹാരം പറഞ്ഞു, ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക. എല്ലാ കാര്യത്തിനും ഗ്രഹം എവിടെ നിന്നാലും നമ്മുടെ കർമ്മം, അതായത് പ്രധാനമായിട്ട് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർമ്മം. നമ്മൾ ഉണരുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഈശ്വരൻ്റെ കൈപിടിക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 16 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കും, കർമ്മത്തിലേർപ്പെടും. ആ സമയത്തെല്ലാം തന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക, ഈശ്വര പ്രാർത്ഥനയോടെ. അതായത് പ്രാർത്ഥനാ നിരതരായി നമ്മൾ കർമ്മ നിരതരാകുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതായത് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ, ഈശ്വരൻ്റെ കൈ പിടിച്ചാൽ
ഏത് നിമിഷവും ഈശ്വര ചിന്തയുമായിട്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല, ഒരു പ്രശ്നവും നമ്മളെ ബാധിക്കില്ല. എത്ര വലിയ ഗ്രഹങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടമറിച്ചിൽ നടത്തിയാലും നമുക്ക് നേട്ടം തന്നെയാണ്. അതായത് അഷ്ടമത്തിൽ നിൽക്കുന്ന, അതായത് ഗ്രഹനിലയിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മഹാദശയിൽ കേതുവിൻ്റെ അപാരമാണെങ്കിൽ പോലും നമ്മൾ ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ, കൃത്യനിഷ്ഠയോടെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയും മന്ത്രജപങ്ങളും ദാനധർമാദികളും കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയെല്ലാം പാലിച്ച് അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈശ്വരൻ്റെ കൈപിടിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എത്ര വലിയ ദുര്യോഗമുള്ള സമയത്ത് പോലും നമുക്ക് ലോട്ടറി വരെ നേടാം. ഓക്കെ, അതിനൊക്കെ അനുഷ്ഠാനങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി, ഇപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ എല്ലാം കൂടി നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഏത് ദുര്യോഗമുള്ള സമയത്തും നേട്ടങ്ങൾ എങ്ങനെ നേടാം എന്നൊക്കെ ഉള്ളത് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാനത് പറഞ്ഞുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9847291363. ദയവേത് ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അത് 2-3 ദിവസം താമസിച്ചാലും ഞാനത് നോക്കിയിരിക്കും. അപ്പോൾ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും എല്ലാ സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.